എറണാകുളത്ത് വൻ തീപിടുത്തം. 2 സ്ഥലങ്ങളിലായാണ് തീപിടുത്തമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലും പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രിക്കടയിലുമാണ് തീപിടുത്തമുണ്ടായത്. അർച്ചന വിനോദ് വിവരങ്ങളുമായി ചേരുന്നു. അർച്ചന, ആദ്യം പനമ്പള്ളി നഗറിലേക്ക് തന്നെ പോകാം. ആക്രിക്കടയിലുണ്ടായ തീപിടുത്തത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ആശ്വാസകരമായ കാര്യം, ആളപായമില്ല എന്നുള്ളതാണ്. 12ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. നിലവിലെ സാഹചര്യങ്ങൾ? ഏകദേശം പുലർച്ചെ 2 മണിയോട് കൂടിയാണ് ഇത്തരത്തിലൊരു വലിയ തീപിടുത്തം സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രിക്കടയിൽ ഉണ്ടായത്. 20ഓളം ഫയർ യൂണിറ്റുകൾ പരിശ്രമിച്ചാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നത്. ഈ ആക്രിക്കടയിൽ തീപിടുത്തത്തിന് തൊട്ടു പിന്നാലെ 12ഓളം ഗ്യാസ് സിലിണ്ടറുകളും പൊട്ടിത്തെറിക്കുകയായിരുന്നു. അപ്പോഴാണ് വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറിയത്. മാത്രമല്ല, ഈ സ്ഥലത്ത്, അതായത് ആക്രിക്കടയ്ക്ക് സമീപത്ത് ഏകദേശം 6ഓളം തൊഴിലാളികൾ ഉണ്ടായിരുന്നു. ഇവരെ രക്ഷപ്പെടുത്താനും കഴിഞ്ഞു. അതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. മാത്രമല്ല, നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉള്ള ഒരു പ്രദേശമാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു, അപ്പോൾ തന്നെ ഒഴിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ട്രെയിനും അതുപോലെ മെട്രോയും എല്ലാം പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ കൂടിയാണ്. അവിടെ ട്രെയിൻ ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. 2 മണിക്കൂറോളം ട്രെയിൻ ഗതാഗതവും തടസ്സപ്പെട്ടു. ഇപ്പോൾ ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് പ്രധാനപ്പെട്ടത് ഫയർഫോഴ്സിന്റെ ഇടപെടലാണ്. ഈ പുലർച്ചെ തീപിടുത്തം ഉണ്ടായ ഉടൻ തന്നെ ഫയർഫോഴ്സ് എത്തുകയും അപ്പോൾ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുകയും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം 15ഓളം യൂണിറ്റുകൾ ഇവിടെ എത്തി തീ നിയന്ത്രണ വിധേയമാക്കുകയുമായിരുന്നു. എന്തായാലും ഏറ്റവും വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അത് ആളപായമില്ലാതെ തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. അർച്ചന, അത് തന്നെയാണ്. നിരവധി വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉള്ള ഒരു പ്രദേശമായിരുന്നു ഈ പനമ്പള്ളി നഗറിലേത്. അത് തന്നെ ഈ അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ദ്രുതഗതിയിലുള്ള രക്ഷാപ്രവർത്തനം തന്നെയാണ് ഈ ആളപായമില്ലാത്ത ഒരു നിലയിലേക്ക് സാഹചര്യം കൊണ്ട് എത്തിച്ചത്. ഈ തീപിടുത്തത്തിന് കാരണം എന്താണെന്നുള്ളത് വ്യക്തമായിട്ടുണ്ടോ? നിലവിൽ ആക്രിക്കടയിൽ ഇത്തരത്തിൽ ഷോർട്ട് സർക്യൂട്ട് ആണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമികമായ നിഗമനം. അത് സംബന്ധിച്ച പരിശോധനകൾ നടത്തിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും പ്രധാനമായും തീ നിയന്ത്രണ വിധേയമാക്കുക എന്നത് മാത്രമായിരുന്നു ഈ ഫയർഫോഴ്സിന്റെ മുൻ ലക്ഷ്യം. അത് പ്രധാനമായും മണിക്കൂറുകൾ എടുത്ത് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. റോഡിലെ, അതായത് പാലത്തിന് മുകളിലൂടെയുള്ള റോഡിലെല്ലാം തന്നെ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു. അതെല്ലാം ഇപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും തീ നിയന്ത്രണ വിധേയമാക്കിയതിനു ശേഷമാണ് ട്രെയിൻ ഗതാഗതം വരെ പുനഃസ്ഥാപിച്ചത്. ആലപ്പുഴയിലേക്ക് പോകേണ്ട ട്രെയിൻ 2 മണിക്കൂറോളമാണ് ഇവിടെ പിടിച്ചിട്ടത്. മാത്രമല്ല, BPCL കൊച്ചി കപ്പൽശാല തുടങ്ങിയ സ്ഥലങ്ങളെല്ലാം തന്നെ ഇതിന് പരിസരങ്ങളിലാണ്. ഈ IOCയുടെ പെട്രോളിയം പൈപ്പ് ലൈനിലൂടെയും പമ്പിങ്ങും താൽക്കാലികമായി നിയന്ത്രിച്ചിരുന്നു. ഇത്തരത്തിൽ എല്ലാ ക്രമീകരണങ്ങളും നടത്തിയത് കൊണ്ട് തന്നെയാണ് വലിയൊരു അപകടം ഒഴിവായത്. ഏകദേശം 12 ഗ്യാസ് സിലിണ്ടറുകളാണ് പൊട്ടിത്തെറിച്ചത്. ഈ സമയത്ത് ഒരു സ്ഫോടന ശബ്ദം കേട്ടതായി നാട്ടുകാരും പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഏകദേശം 1 മണിയോട് കൂടിയാണ്, പുലർച്ചെ 1 മണിയോട് കൂടിയാണ് ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാവുകയും ഉടൻ തന്നെ കൃത്യമായി ഇടപെട്ട് അവിടുത്തെ ആളുകളെല്ലാം എത്തിയത്. ഫ്ളാറ്റുകളും വീടുകളും അതുപോലെ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം തന്നെയുള്ള സ്ഥലങ്ങളാണ്, പ്രദേശമാണ്. ഇത്തരത്തിൽ വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ആളുകളെ കൃത്യമായി അവിടെ നിന്ന് മാറ്റി അതിനുശേഷമാണ് ഇത്തരത്തിൽ ഈ തീ നിയന്ത്രണ വിധേയമാക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം കടന്നത്. എന്തായാലും 15ഓളം യൂണിറ്റാണ് ഇത്തരത്തിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ എത്തിയത്. ഇത് പ്രധാനപ്പെട്ടതും 6 തൊഴിലാളികൾ, അതായത് അന്യസംസ്ഥാന തൊഴിലാളികളായ 6 പേരുണ്ടായിരുന്നു. അവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവർക്ക് പരിക്കുകളൊന്നുമില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത്. പൊള്ളലൊന്നും ഏറ്റിട്ടില്ല. അത്തരത്തിൽ ആളപായമില്ലാതെ ഈ വൻ തീപിടുത്തത്തിൽ നിന്നും തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് വേണം ആദ്യം കരുതാൻ. ഓക്കെ, അപ്പം നെടുമ്പാശ്ശേരിയിലും തീപിടുത്തമുണ്ടായിട്ടുണ്ട്. വിമാനത്താവളത്തിന് സമീപത്തെ ഹോട്ടലിലാണ് തീപിടുത്തമുണ്ടായത്. ഈ പാർക്കിംഗ് ഏരിയയിലെ നിരവധി വാഹനങ്ങൾ കത്തി നശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ്? സമാനമായ രീതിയിൽ രാത്രി ഏകദേശം ഒരു 12 മണിയോടെയാണ് വിമാനത്താവളത്തിന് സമീപമുള്ള ആപ്പിൾ റെസിഡൻസി എന്ന ഈ സ്ഥലത്ത് അഗ്നിബാധ ഉണ്ടായത്. ഉടൻ തന്നെ അഗ്നിശമനം തീ അണയ്ക്കുകയും ചെയ്തിരുന്നു. 134 മുറികളാണ് ഇവിടെയുള്ളത്. പ്രധാനമായും ഈ പാർക്കിംഗ് ഏരിയയിൽ, അതായത് കാർ പാർക്കിംഗ് ഏരിയയിലാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അതുപോലെ ഒരു കാറും അതുപോലെ പൂർണ്ണമായി നശിച്ചിട്ടുണ്ട്. 3 കാറുകളും ഏതാനും ബൈക്കുകളും ഭാഗികമായി നശിച്ചിട്ടുണ്ട്. ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടിയെയും ഹോട്ടലിലെ വഴിയിൽ പൂർണ്ണമായി വിച്ഛേദിച്ച്, അതായത് ഒരു മുറിയിൽ കുടുങ്ങിയ പെൺകുട്ടി അപ്പോൾ തന്നെ രക്ഷപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഹോട്ടലിലെ വൈദ്യുതി പൂർണ്ണമായി വിച്ഛേദിച്ചാണ് ഇത്തരത്തിൽ രക്ഷാപ്രവർത്തനം നടത്തിയത്. ആർക്കും പരിക്കില്ല. ഹോട്ടലിലെ AC മറ്റു വയറുകളും കത്തിപ്പോയിട്ടുണ്ട്. ഇത്തരത്തിൽ നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആർക്കും ഇത്തരത്തിൽ പരിക്കുകൾ ഏറ്റിട്ടില്ല എന്നതാണ് ഇതിലെയും ആശ്വാസകരമായ കാര്യമായി. ശരി, എന്തായാലും എറണാകുളത്ത് വൻ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. 2 സ്ഥലങ്ങളിലായാണ് തീപിടുത്തമുണ്ടായത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന് സമീപമുള്ള ഹോട്ടലിലും പനമ്പള്ളി നഗർ സൗത്ത് പാലത്തിന് സമീപമുള്ള ആക്രിക്കടയിലുമാണ് തീപിടുത്തമുണ്ടായത്. ഏറെ ആശ്വാസകരമായ വാർത്ത, ആളപായമില്ല എന്നുള്ളതാണ്. നിലവിൽ തീ നിയന്ത്രണ വിധേയമാക്കി. അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്.